അതിന്റെ യഥാർത്ഥമായിട്ടുള്ള ആ ഒരു സത്യം, ആ, അർത്ഥം മനസ്സിലാക്കുവാൻ പരിശുദ്ധാത്മാവിന്റെ ഒരു വലിയൊരു ഗൈഡൻസ് നമുക്ക് ആവശ്യമായിരുന്നു. कई परमेश्वर के दासों ने जो है प्रकाशित वाक्य का व्याख्यान में पुस्तकें लिखी है। वो पुस्तकें सब पढ़ते वक्त जो है हमें प्रार्थना समेत पवित्र आत्मा से मांगना है कि हमें अर्थ को समझाए। യാ നമ്മള് ഓരോ അധ്യായങ്ങൾ വായിക്കുമ്പോൾ പുതിയ പുതിയ വെളിപ്പാടുകൾ, പുതിയ പുതിയ ആശയങ്ങൾ, പുതിയ പുതിയ വിഷയങ്ങൾ ആ, പരിശുദ്ധാത്മാവ് ഈ പുസ്തകത്തിൻ്റെ അകത്ത് വെളിപ്പെടുത്തി തന്നിരിക്കുകയാണ്. ഇതെല്ലാം നടക്കുന്നത് എസ്കറ്റോളജിയിൽ, അല്ലെങ്കിൽ വരാൻ പോകുന്ന സമയത്ത് ഈ ഭൂമിയിൽ സംഭവിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു വ്യക്തമായ വെളിപ്പാടാണ് ഈ വെളിപ്പാട് പുസ്തകം നമുക്ക് നൽകി തരുന്നത്. और प्रकाशित वाक्य जो है एस्कटोलॉजी का पुस्तक, मतलब आने वाले दिनों में जो भी घटनाएं संभव होने वाली है, घटनाएं होने वाली है, उस विषय में बताया गया है। तो जितनी बार हम इसका स्टडी करते हैं तो नया विषय, नया विचार जो है प्रभु की आत्मा हमें प्रकटीकरण करके देता है। ഇത് ആക്ച്വലി ഒരു വിശ്വാസി ഇത് പഠിച്ചില്ലേലും ഒന്നും സംഭവിക്കാറില്ല. ബിക്കോസ് നമ്മളുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളും ഇതിൻ്റെ അകത്ത്, നമുക്ക് ഇതിൻ്റെ അകത്തുള്ള കാര്യങ്ങളൊന്നും എഫക്റ്റ് ചെയ്യാൻ പോകുന്നില്ല. ബിക്കോസ് നമ്മൾ ഈ സമയത്ത് ഈ ഭൂമിയിലില്ല. എന്നാലും നമുക്ക് എന്തുവാ ഇനി സംഭവിക്കാൻ പോകുന്നതിനെ കുറിച്ചുള്ള ഒരു അറിവ്, ഒരു പ്രകാശനം പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് ഈ പുസ്തകത്തിൽ ആ എസ്കറ്റോളജിക്കൽ ഐഡിയ നമുക്ക് നൽകി തന്നത്. एक विश्वासी को अगर ये पुस्तक नहीं पढ़ा तो भी चलेगा, क्योंकि इसमें से जितनी भी कई सारी बातें हैं वो कलीसिया उठा लेने जाने के बाद पृथ्वी में घटने वाली बातें, मतलब हम उस वक्त इस पृथ्वी में नहीं होंगे, लेकिन अगर हमें जानना है कि इस पृथ्वी में क्या क्या घटनाएं होने वाली है तो उसका प्रकाशन पवित्र आत्मा जो है इस पुस्तक के द्वारा हमें देते हैं। Yeah. तो അത് തന്നെയല്ല, നമുക്ക് അനേകരോട് ഈ വിഷയങ്ങളെ സംസാരിക്കുവാൻ, പഠിപ്പിക്കാൻ, വരാൻ പോകുന്ന ആ ന്യായവിധിയെക്കുറിച്ച് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അപ്പോൾ തന്നെ നാമും ഒരു അലേർട്ടായിരിക്കും. നമ്മുടെ ജീവിതത്തിന്റെ അകത്തും ഒരു അയ്യോ, ഇനി വരാൻ പോകുന്ന ന്യായവിധിയെ കുറിച്ചുള്ള വിഷയം വരുമ്പോൾ നാമും ഒന്ന് അലേർട്ടായിട്ട് ആത്മീയ ജീവിതത്തിൽ ജീവിക്കുവാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് എല്ലാവരും ഈ വെളിപ്പാട് പുസ്തകം അല്ലെങ്കിൽ ദാനിയേലിന്റെ പുസ്തകം ആഴമായിട്ട് പഠിക്കുന്നത് വളരെ നല്ലതാണ്. हम सभी लोग प्रकाशित वाक्य का पुस्तक और दानियल का किताब अच्छे पढ़ना बहुत लाभदायक है, अच्छा है, क्योंकि कई बार जो है हम दूसरों को समझा सकते हैं कि भविष्य में क्या क्या घटनाएं होने वाला है। हम उन्हें सिखा सकते हैं आने वाला न्याय, परमेश्वर का न्याय क्या होने वाला है इस पृथ्वी में। उसके साथ ही हर एक विश्वासी जो है सतर्क भी रह सकते हैं और अपनी आत्मिक जीवन को जो है संभाल कर जी सकते हैं। ഓക്കെ, നമ്മള് ആ, ആ, ഈ ഇതിൻ്റെ അകത്ത് പഠിച്ചുകൊണ്ടിരിക്കുന്ന 4-ാം അധ്യായം മുതൽ തുടർമാനമായിട്ടുള്ള 18-ാം അധ്യായം വരെ നമ്മൾ കാണുന്നത് 3 തരത്തിലുള്ള ഒരു ന്യായവിധി ഉണ്ടാകാൻ പോകുന്നു, സംഭവിക്കാൻ പോകുന്നു. प्रकाशित वाक्य का 4 अध्याय से लेकर 18 अध्याय तक 3 प्रकार के न्याय को हम देखते हैं। അതിൻ്റെ അകത്ത് നമ്മൾ ആദ്യം കണ്ടത് 7 മുദ്രകളുണ്ട്. ഓരോ മുദ്ര പൊട്ടിക്കുമ്പോൾ ഉണ്ടാകുന്ന ന്യായവിധിയെ കുറിച്ചുള്ള പഠനമായിരുന്നു. उसमें सबसे पहले हमने देखा 7 मोहरे, और हर एक मोहर जब खोली जाती है तो क्या क्या घटनाएं पृथ्वी में हो रही है। പിന്നെ രണ്ടാമത് നമ്മൾ കാഹളങ്ങളുടെ ആ, ആ വിഷയം കാണുവാനിടയായി. അത് 8-ാം അധ്യായത്തിന്റെ അത് നമ്മൾ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിന്റെ 4-ാമത്തെ ആ കാഹളം വരെ നമ്മൾ ചിന്തിക്കുവാനിടയായി. അപ്പം ആ കാഹളങ്ങളിൽ ഓരോ നൂതുമ്പോൾ സംഭവിക്കുന്ന ന്യായവിധിയെക്കുറിച്ച് ആ അധ്യായങ്ങളിൽ വിവരിക്കുകയാണ്. और उसके पश्चात हमने देखा कि 7 तुरहिया जो 8वां अध्याय में है। सो इन 7 तुरही में से हमने 4 तुरहिया देखी, पिछले सप्ताह में हमने सीखा। तो हर एक तुरही फूकने के बाद पृथ्वी में क्या क्या संभव होता है, क्या क्या बातें होती है, उस विषय में प्रकाशन 8वां अध्याय में പിന്നെ लिखा।
പിന്നെ 7 കലശങ്ങളുടെ ആ, വെളിപ്പാടുകളാണ്. അത് തുടർമാനമായിട്ട് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നതാണ്. അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ 3 മുദ്രകളുടെയും കാഹളങ്ങളുടെയും കലശങ്ങളുടെയും ഈ ഏഴ് വിഷയത്തെ ട്രിബുലേഷന്റെ സമയത്ത് അല്ലെങ്കിൽ മഹാക്ലേശം പീഡയുടെ സമയത്ത് നടക്കാൻ പോകുന്ന ന്യായവിധിയാണ്. അപ്പൊ അതിനകത്ത് ആ, മുദ്രകളെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അത് കഴിഞ്ഞ് രണ്ടാമത് കാഹളങ്ങളിലെ നമ്മൾ 4 കാഹളത്തെ ചിന്തിക്കുവാനിടയായി. ഇനി 5-ാമത്തെ കാഹളം ഊതാൻ പോകുമ്പോൾ സംഭവിക്കുന്നതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കാൻ പോവുകയാണ്. അതാ 9-ാം അധ്യായത്തിന്റെ പ്രാരംഭം മുതൽ നമ്മളിപ്പോൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. और उसके बाद हम तीसरा जो है 7 क्रोध का कटोरा है। और हम जो है 7 मोहर में से 4 मोहर के विषय में पिछले सप्ताह देखा। और पांचवा, सॉरी, 4 तुरहियां ആ, फूकेगे तो उसमें क्या क्या घटनाएं होते वो हमने देखा। 5वां तुरही फूकने के बाद पृथ्वी में क्या होता है, 9वां अध्याय का पहले से वहां पर विवरण किया है। ആ ഓരോ ഓരോ ട്രംപറ്റ് എന്താ പറയുന്നത് ആ, ഊതുമ്പോൾ സംഭവിക്കുന്നത് നമ്മൾ ചിന്തിക്കാനിടയായി. ഒന്നാമത്തെ ട്രംപറ്റ് ഊതിയപ്പോൾ സസ്യലോകം നശിക്കുന്നതിനായിട്ട് നമ്മൾ കാണുവാനിടയായി. और पहला जो तुरही है फूकी तो हमने देखा है कि जल या समुद्र में जितने भी प्राणी थे वो उसमें से कई लोगों का जो है नाश हो गए, नष्ट हो गए। सारे हरियाली, सारे पेड़ पौधे सब नाश होता है, जो एग्रीकल्चर के ऊपर होने वाला जो दंड था. ओके। तो രണ്ടാമത്തെ നമ്മൾ സമുദ്രത്തിന്മേല് ഒഴിക്കുമ്പോൾ സംഭവിച്ച വിഷയത്തെ കുറിച്ചാണ് നമ്മൾ കണ്ടത്. സമുദ്രത്തിൽ दूसरा दूसरा जो है तुरही में, दूसरा तुरही जब फूका तो समुद्र में क्या हो गया वो घटनाएं हमने देखा। നമ്മൾ ആ സമയത്ത് കപ്പലുകൾ ഛേദിക്കപ്പെടുന്നു. അങ്ങനെ ആ, മത്സ്യബന്ധനം അതുപോലെ ബിസിനസ് മേഖലയിൽ അല്ലെങ്കിൽ കപ്പൽ മാർഗമുള്ള എല്ലാ ബിസിനസിന്റെ ഇടയിൽ ഉണ്ടാകുന്ന സംഭവം, അതിന്മേലുള്ള ഒരു നാശത്തെക്കുറിച്ച് വലിയൊരു ക്രൈസിസ് ബിസിനസ് മേഖലകളിൽ ഉണ്ടാകുന്ന ഒരു കാര്യം നമ്മൾ സംഭവിക്കുക ആ രണ്ടാമത്തെ ട്രംപറ്റിൽ നമ്മൾ കാണുവാനിടയായി. दूसरी तुरही में जो है जहाज, जो समुद्र में जहाज होता है उसका नुकसान, व्यापार में जो है काफी ज्यादा नुकसान, एक ग्लोबल क्राइसिस जो है इस पृथ्वी में संभव, पृथ्वी में घटती है। जो आर्थिक विषयों में जो बिजनेस है, जो जो रिलम में होने वाला विनाश को हम उसमें देखते हैं. മൂന്നാമത്തേതിനകത്ത് ശുദ്ധജലം മുഴുവൻ നഷ്ടമാകുന്നത്, കുടിവെള്ളമില്ലാതെ എല്ലാം കാഞ്ഞിരം പോലെ കഴിക്കുന്ന വെള്ളമാണ് പിന്നെ കിട്ടുന്നത്. അവിടെ ഒരുപാട് പേര് മരിക്കുന്നു. ആ വിഷയത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ മൂന്നാമത്തെ കാഹളം ഊതുമ്പോൾ കാണുവാനിടയായി. और तीसरा तुरही जब फूकते हैं हम देखते हैं कि जल, शुद्ध जल जो है वो नष्ट हो जाता है। और जो भी पानी है वो कड़वे होते हैं, वो पानी पीकर कई लोग मृत्यु हुआ करके हम देखते हैं। നമ്മൾ ഫോർത്ത് ട്രംപറ്റ് ഊതുമ്പോൾ സംഭവിക്കുന്നത്, അത് സൂര്യനിലും ചന്ദ്രനിലും സ്റ്റാറുകളിലും ഒക്കെ അതിനെ ബാധ തട്ടുകയാണ്. അതുകൊണ്ട് അതിൻ്റെ ആ സോളാർ സിസ്റ്റം മുഴുവൻ ഡിസോർഡറിലാവുകയാണ്. അപ്പോൾ അതിനെ വെളിച്ചമില്ലാതാകുന്ന വലിയൊരു കൂരിട്ട് ഈ സിസ്റ്റം മുഴുവൻ, ആ സീസൺ മുഴുവൻ, അല്ലെങ്കിൽ ആ സോളാർ സിസ്റ്റത്തിന്റെ ഫങ്ഷൻ മുഴുവനെ ഡാമേജ് ആകുന്ന ഒരു കാര്യമാണ് ആ സമയത്ത് നടക്കുന്നത്. നാലാമത്തെ ദൂതൻ ഊതുമ്പോൾ. चौथा जो स्वर्गदूत तुरही फूकती है तो हम देखते हैं कि सूर्य चांद तारों को जो है इम्पैक्ट होता है। मतलब सोलार सिस्टम का जो फंक्शन है उसमें डिसऑर्डर, गड़बड़ी हो जाता है, जिसके कारण सारे तारागण, सूर्य चांद तारे जो है उसमें गड़बड़ी हो जाती है, अंधेरा हो जाता है। ഓക്കെ ഓക്കെ ഇനിയും മൂന്ന് കാഹളങ്ങൾ ഊതുവാനുണ്ട്. और 3 तुरही फूकना है। അതിന്റെ 13-ാമത്തെ വാക്യം, 8-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യത്തിന്റെ അടുത്ത് ഈ 3 കാഹളങ്ങൾ ഊതുമ്പോൾ കഷ്ടമാണ്, ഒരു മഹാകഷ്ടം വരാൻ പോകുന്നു. അതിന്റെ ഒരു വാണിങ്, അലേർട്ട് അവിടെ ആദ്യമേ പറയുകയാണ്. ഭൂവാസികൾക്ക് വരാൻ പോകുന്ന കഷ്ടത്തെക്കുറിച്ചുള്ള ഒരു ഡിക്ലറേഷൻ അവിടെ ആ 13-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്.
अगला तुरही फूकने से पहले जो है 8वां अध्याय का 13 वचन में लिखा है कि पृथ्वी पे जो है कष्ट 3 बार हाय 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 करके लिखा है। एक बड़ा कष्ट जो है पृथ्वी में घटती है। ഓരോ ഓരോ കാഹളം ഊതുമ്പോൾ തുടർമാനമുള്ള 3 കാഹളങ്ങളിൽ ഓരോ കാഹളത്തിലും കഷ്ടം തുടങ്ങുകയാണ്. അപ്പൊ അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വിഷയമാണ്. 3 കഷ്ടങ്ങൾ ഇവിടെ പറയുന്നു. हर तुरही अगला 3 तुरहियां जो है बाकी है, वो तीनों में स्वर्गदूत तुरही फूकते वक्त, हर 3 तुरही फूकते वक्त जो है बड़ा कष्ट पृथ्वी में होता അപ്പൊ है। 9-ാം അധ്യായത്തിന്റെ 1 മുതൽ 12 വരെയുള്ള വാക്യത്തിൽ അഞ്ചാമത്തെ ആദ്യത്തെ കഷ്ടം നമ്മൾ കാണുകയാണ്. അഞ്ചാമത്തെ കാഹളം ഊതുമ്പോഴുള്ള ആദ്യ കഷ്ടം നമ്മൾ കാണുകയാണ്. सबसे पहला कष्ट जो है 5वां तुरही फूकते वक्त 9वां अध्याय का 1 से लेके 12वां वचन में विवरण दिया है। അതിന്റെ 12-ാമത്തെ വാക്യത്തിൽ പറയുന്നു, കഷ്ടം 1 കഴിഞ്ഞു, ഇനി 2 കഷ്ടം പിന്നാലെ വരുന്നു. 12वां वचन 9 अध्याय का 12वां वचन कहता है कि पहली विपत्ति बीत चुकी है, देखो अब इसके बाद 2 विपत्तियां और आने वाली है। ഓക്കെ. അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിന്റെ കണ്ടിന്യൂ ആയിട്ട് 6-ാമത്തെ ദൂതൻ ഊതുകയാണ്. അതിന്റെ 13-ാമത്തെ വാക്യം മുതൽ 21-ാമത്തെ വാക്യം വരെ വായിക്കുമ്പോഴത്തേക്ക് 2-ാമത്തെ കഷ്ടം. और उसके आगे हम पढ़ते वक्त 13 वचन से लेके 21 वचन तक जो है 6वां स्वर्गदूत तुरही फूकते वक्त दूसरा कष्ट वहां विवरण दिया है। ഓക്കെ. അത് കഴിഞ്ഞിട്ട് പിന്നെ 11-ാം അധ്യായത്തിലാണ് നമ്മൾ പിന്നെ കാണുന്ന കഷ്ടം. 14-ാമത്തെ വാക്യം മുതൽ അതിന്റെ 18-ാമത്തെ വാക്യം വരെ നമ്മൾ വായിക്കുമ്പോൾ അതിന്റെ 14-ാമത്തെ വാക്യത്തിൽ പറഞ്ഞത് 2-ാം കഷ്ടം കഴിഞ്ഞു, 3-ാമത്തെ കഷ്ടം വരുന്നു. और जो तीसरा कष्ट जो है 11वां अध्याय का 14 से लेके 18 तक वचन में तीसरा कष्ट का विवरण दिया है। അതിന് ഏത് വാക്യമാ പാസ്റ്റർ? 14-ാമത്തെ വാക്യത്തിനകത്ത് പറയുകയാണ്, ആ 2-ാമത്തെ കഷ്ടം കഴിഞ്ഞു, ഇനി 3-ാമത്തെ കഷ്ടം വരാൻ പോകും. 11-ന്റെ 14. 11वां अध्याय का 14वां पद में लिखा है कि दूसरी विपत्ति बीत चुकी है, देखो तीसरी विपत्ति शीघ्र आने वाली है। അപ്പം 15-ാമത്തെ വാക്യം തൊട്ട് 7-ാമത്തെ ദൂതൻ ഊതി. അപ്പം ആ 15 മുതൽ 18 വരെയുള്ള വാക്യത്തിൽ ആ കഷ്ടം, 3-ാമത്തെ കഷ്ടം നമ്മൾ കാണുക. और फिर उसका अगला वचन 15वां पद से लेके 18वां पद तक हम देखते 7वें दूत ने तुरही फूका, फिर वो कष्ट के विषय में विवरण दिया है। അപ്പൊ അതങ്ങനെ കണ്ടിന്യൂ ആയിട്ട് നമ്മൾ പഠിക്കുമ്പോഴത്തേക്ക് ആ വിഷയം കാണാം. അപ്പൊ നമ്മൾ ഇനി 9-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിലേക്ക് കടന്നു വരാം. 9-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം. और ये हर एक तुरही जो है हम एक एक करके देखेंगे। सबसे पहले हम 9वां अध्याय का पहला वचन में आएंगे। ഇവിടെ ഇവിടെ പറയുന്നുണ്ട്, 5-ാമത്തെ ദൂതൻ ഊതി, അപ്പോൾ ഒരു നക്ഷത്രം ആകാശത്തിൽ നിന്ന് ഭൂമിയിൽ വീണ് കിടക്കുന്നത് ഞാൻ കണ്ടു. അവന് അഗാധ കൂപത്തിന്റെ താക്കോൽ ലഭിച്ചു. അവൻ അഗാധ കൂപം തുറന്നു. ഉടനെ പെരിഞ്ചൂളയിലെ പുക പോലെ കൂപത്തിൽ നിന്ന് പുക പോകും. കൂപത്തിന്റെ പുകയാൽ സൂര്യനും ആകാശവും ഇരുണ്ടും. അങ്ങനെ കണ്ടിന്യൂ ആയിട്ട് നമ്മൾ വായിക്കുമ്പോഴത്തേക്ക് ഒരു വെട്ടിക്കിളി പുറത്തു വരുന്നു. അതിന്റെ രൂപങ്ങളൊക്കെ അവിടെ കാണുന്നുണ്ട്. ആദ്യം നമുക്ക് ആ 1-ാമത്തെ വാക്യം, ആ അഗാധ കൂപം എന്നുള്ള ആ വിഷയത്തില് ഇത് എന്തുമാണ്? ഈ സ്റ്റാർ, സ്വർഗത്തിൽ നിന്ന് ഒരു നക്ഷത്രം, ആകാശത്തിൽ നിന്ന് ഒരു നക്ഷത്രം വീണു, ഇതെന്തുവാ? ഇതിനെപ്പറ്റി ഒരു ചെറിയ ഒരു സ്റ്റഡി ചെയ്തിട്ട് നമുക്ക് അങ്ങോട്ട്. पहला वचन से 9वां अध्याय का पहले वचन से ऐसा कुछ लिखा है। जब 5वें स्वर्गदूत ने तुरही फूकी तो स्वर्ग से पृथ्वी पर एक तारा गिरता हुआ देखा, और उसे अतः कुंड की कुंजी दी गई। अतः कुंड को खोला और कुंड में बड़ी भट्टी का सा धुआं उठा। कुंड के धुएं से सूर्य और वायु अंधकारमय हो गई। उस धुआं में पृथ्वी पर टिड्डियां निकली और उसका रूप कैसा था वो विषय में विवरण दिया है। तो हम ഈ सबसे पहले ये देखेंगे कि अतः कुंड जो है वो क्या है ये तारागण जो नीचे गिरा। ഈ 5-ാമത്തെ ദൂതൻ ഊതുമ്പോഴും 6-ാമത്തെ ദൂതൻ ഊതുമ്പോഴും സംഭവിക്കുന്നത് ഭയങ്കര അഗാധ ഭൂപത്തിൽ നിന്ന് പുറത്തു വരുന്ന പീഡകളാണ്, ന്യായവിധിയാണ്. അപ്പോൾ അതിനെപ്പറ്റിയുള്ള ഒരു വിവരണമാണ്. ഒരു പേടിപ്പെടുത്തുന്ന, ഭീതിപ്പെടുത്തുന്ന രീതിയിലുള്ള ചില വിഷയങ്ങളാണ്, വെളിപ്പാടുകളാണ് അവിടെ എഴുതിയിരിക്കുന്നത്. और 5वां स्वर्गदूत और 6वां स्वर्गदूत जो तुरही फूकते हैं तो देखते हैं कि अतः
कुंड से जो है धुआंएं निकल के आ रही है, तो वो बड़ा कष्ट या फिर पीड़ा को दर्शाता है, न्याय को दर्शाता है। वो क्या है हम देखेंगे। അപ്പൊ ഈ ഒന്നാമത്തെ അവിടെ കാണുന്നത് ആ ദൂതൻ ഊതിയപ്പോ ഒരു നക്ഷത്രം ആകാശത്ത് നിന്ന് ഭൂമിയിൽ വീണ് കിടക്കുന്നത് കണ്ടു. सबसे पहला पांचवा स्वर्गदूत जब तुरही फूंकता है, तो हम देखते हैं कि स्वर्ग से पृथ्वी पर एक तारा गिरा हुआ देखा। അവിത് കിടന്നു. ഈ താര എന്ന് പറയാ ഇത് ഈ ഈ ഈ വീണ് കിടക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ, വെളിപ്പാട് പുസ്തകത്തിന്റെ അകത്ത് മുഴുവൻ അങ്ങ് സിംബോളിക്കലാ, എല്ലാം അങ്ങ് സിംബൽസാ. അപ്പോൾ നമുക്കിതിനെയൊക്കെ ഒന്ന് വ്യാഖ്യാനിച്ച് മനസ്സിലാക്കി അർത്ഥം അറിഞ്ഞ് വേണം പോകാൻ. और आप स्क्रीन में जरा देखिए, आप पिक्चर देख सकते हैं। प्रकाशित वाक्य में सब जो है सिंबल्स में बताए, चिन्हों में बताए, तो उसका व्याख्यान सही किया तो ही हम उसके अर्थ को समझ पाएंगे। ഇവിടെ ഒരു ദൂതൻ വീണ് കിടക്കുകയാണ് താഴെ. वहां पर एक दूध जो है അല്ല, नीचे, ഒരു നക്ഷത്രം വീണ് കിടക്കുകയാണ് താഴെ. ओके, वहां पर हम देखते हैं कि तारा गिरा हुआ देखा। ഓക്കെ. തോ പക്ഷെ അവിടെ തന്നെ നമ്മൾ വായിക്കുമ്പോഴത്തേക്ക് ഇത് ലിറ്ററൽ ആയിട്ടുള്ള ഒരു നക്ഷത്രം അല്ല എന്ന് നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. അത് നക്ഷത്രം എന്ന് പറഞ്ഞ ഒരു ലിറ്ററൽ നക്ഷത്രമല്ല. सो यहाँ पर जो तारा गिरा हुआ लिखा है, वो लिटरल भाषा में तारा नहीं है। उसका അവിടെ തന്നെ എഴുതിയിരിക്കുന്നത് കേട്ടോ, ആകാശത്ത് ഭൂമിയിൽ വീണ് കിടക്കുന്നത് ഞാൻ കണ്ടു, അവന് അവന് അഗാധ കൂപത്തിന്റെ താക്കോൽ ലഭിച്ചു. അപ്പൊ അവനെന്നുള്ള പറച്ചിൽ അത് ഒരു വസ്തുവല്ല, ഒരു സ്റ്റാർ അല്ല, അല്ലെങ്കിൽ ഒരു നക്ഷത്രമല്ല. അതൊരു മനുഷ്യനാണ്, ഒരു പ്രവൃത്തി ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. യാ. और हम उसी वचन में हम देखते हैं कि एक तारा गिरता हुआ देखा, और उसे उसे का मतलब ये है कि ये किसी वस्तु के विषय में बात नहीं कर रहे, किसी तारा के विषय में बात नहीं कर रहे, किसी मनुष्य जो क्रिया कर सकता है उसके विषय में विवरण दिया है। അപ്പൊ ഇതെല്ലാം സിംബോളിക് ആയതുകൊണ്ട്, സിംബൽസ് ആയതുകൊണ്ട് അതിനെ നമുക്കെല്ലാം വ്യാഖ്യാനിച്ചു വേണം പോകാനായിട്ട്. അപ്പൊ രണ്ടാമത്തെ വാക്യം കണ്ടോ, അവന് അഗാധ കൂപത്തിന്റെ താക്കോൽ ലഭിച്ചു. इसका मतलब जो है कई बातें सिंबल्स में, चिन्ह में बताया, और उसका अर्थ हमें जो है समझ के आगे बढ़ना है। वहां पर दूसरा पद ऐसा लिखा है कि उसने अतः कुंड को खोला। उसने मतलब वो एक तारा नहीं है, कोई व्यक्ति, मनुष्य है। ठीक है. അപ്പൊ ഇനി നമ്മൾ അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് ഈ ഈ താര അല്ലെങ്കിൽ ആ സ്റ്റാർസ് എന്താണ്, അത് അവന് ഈ അധികാരം കൊടുത്തതാരാണ്, ഇതെല്ലാം ഒന്ന് ചെറുതായിട്ടൊന്ന് ചിന്തിച്ച് ഈ അഗാധ കൂപം എന്താണ്, അവിടുന്ന് പുറത്തു വരുന്ന ആ വെട്ടിക്കിളി അത് ആരാണ്, ഇതെന്തിനായിരുന്നു ദൈവം ഇങ്ങനെ ചെയ്തത്, ഇതെല്ലാം നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ചിന്തിക്കാവേ. और हम अभी देखेंगे कि ये तारा क्या है, और ये अतः कुंड क्या है, और किसने उसे जो है ये कुंजी दिया, क्या अधिकार किसने दिया, और ये बिच्छू कौन है, परमेश्वर ने ये सब क्यों किया। ഓക്കെ. ആക്ച്വലി പിശാചിനെ പറ്റി പഠിക്കുമ്പോഴും അല്ലെങ്കിൽ ലൂസിഫറിനെ പറ്റി പറയുമ്പോഴും നമ്മൾ യെശയ്യാവിന്റെ പുസ്തകത്തിലേക്ക് വരുമ്പോഴത്തേക്ക് അവനെയും ഒരു മോർണിംഗ് സ്റ്റാർ എന്നുള്ള രീതിയിലാണ് വ്യാഖ്യാനിച്ചിരിക്കുന്നത്. മോർണിംഗ് സ്റ്റാറിനെ ഓക്കെ. 14:12 ഒന്ന് വായിച്ചേ, യെശയ്യാവിന്റെ പുസ്തകം 14:12 ഒന്ന് വായിച്ചേ. അപ്പൊ അത് അരുണോദയ പുത്രനായ ശുക്ര, അതിന്റെ ഇംഗ്ലീഷില് ബ്രൈറ്റ് മോർണിംഗ് സ്റ്റാർ എന്നുള്ള ഒരു ട്രാൻസ്ലേഷൻ കൊടുത്തിരിക്കുന്നത്. 14 ഏതാണ് പാസ്റ്റങ്ങളെ? 12 യെശയ്യാവ് 14:12 വാക്യം ഒന്ന് വായിച്ചാട്ടോ. भोर के चमकने वाला तारा താര, ദേഖാ, ബോർക്കെ ചമക്കനെ വാല താര. ഇത് പിശാചിനോടുള്ള ബന്ധത്തിലുള്ള ഒരു വെളിപ്പാട് യെശയ്യാവ് നമുക്ക് തന്നിരിക്കുന്നതാണ്. सो तारा जो बात बताया है प्रकाशित वाक्य में, हम देखते हैं कि तारा शैतान या पिशाच के विषय या लूसीफर के विषय में कहा है। हम ഈ कहाँ पर അരുണോദയ പുത്രനായ ശുക്രൻ എന്ന് പറയുന്ന ആ വേർഡാണ് ലൂസിഫർ എന്നുള്ള. ആ ലൂസിഫറിന്റെ അർത്ഥമാണ് അരുണോദയ പുത്രനായിട്ടുള്ള ശുക്രൻ, അല്ലെങ്കിൽ അരുണോദയ പുത്രനായ ശുക്രൻ. लूसीफर का अर्थ है भोर का चमकने वाला तारा। ये वचन हम ईशाया नबी का किताब में 14 अध्याय उसका 12वां पद में लिखा है।
ഓക്കെ. അപ്പം ഒന്ന് ചിന്തിച്ചോണം, അവന്റെ കൂടെ പിശാജ് ദൈവം വെട്ടി താഴെ ഇടുമ്പോ തന്നെ അവന്റെ കൂടെ ഒരു 1/3 ഫോളൻ ഏഞ്ചൽസ്, ദുരാത്മാക്കളായി അവന്റെ കൂടെ വീഴുകയാണ്. और ये तारा जब स्वर्ग से पृथ्वी पर गिरा तो उसके साथ एक झुंड। നോട്ടപ്പെട്ട പൃഥ്വിയർ അല്ല. ഓക്കെ, അതിനെ ഒന്നുകൂടെ മനസ്സിലാക്കി നമുക്ക് പോകാം. ആ, ओके सॉरी ദൈവം पास्टर। ലൂസിഫർ നെ പറ്റി നമ്മൾ പഠിക്കുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ സൈറ്റാനോളജിയിലേക്ക് നമ്മൾ പഠിക്കുമ്പോൾ, പിശാചിനെ പറ്റിയുള്ള ചില പഠനത്തിൽ വരുമ്പോഴത്തേക്ക് നമുക്ക് ആ, കിട്ടുന്ന, അല്ലെങ്കിൽ അവന്റെ പതനം ത്തിനെ പറ്റി പഠിക്കാനായിട്ട് നമുക്ക് ലഭിക്കുന്ന കുറച്ച് വചനങ്ങള് നമ്മൾ യെശയ്യാവിന്റെയും എസെക്കിയേലിന്റെയും പുസ്തകത്തിൽ നിന്നൊക്കെ നമുക്ക് ലഭിക്കുന്നുണ്ട്. पिशाच या शैतान के विषय में पढ़ने के लिए बहुत सारी जो जानकारी यशायाह नबी का किताब और एसेकिएल के किताब से हमें मिलता है। ആ ഈ യെശയ്യാവിന്റെ പുസ്തകത്തിന്റെ അകത്ത് ഈ പിശാചിന്റെ വീഴ്ച, പതനത്തെക്കുറിച്ചുള്ള ഒരു വെളിപ്പാട് നമുക്ക് കിട്ടുന്നുണ്ട് ഈ 14-ാം അധ്യായത്തിന്റെ 12 മുതലുള്ള വാക്യങ്ങളിൽ. और यशायाह नबी का किताब का 14 अध्याय का 12 से कुछ पदों में हम शैतान या लूसीफर वो कैसे गिरा, उसका गिरावट का प्रकाशन वहां पर दिया गया है। അപ്പം അവന് ആ ആ എസെക്കിയേലിന്റെ പുസ്തകം 28-ാം അധ്യായത്തിന്റെ 11 മുതലുള്ള വാക്യത്തിന്റെ അകത്ത് അവൻ ആരായിരുന്നു, അവനെ ദൈവം ഏത് തലത്തിലായിരുന്നു സൃഷ്ടിച്ചിരുന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ള വെളിപ്പാടുകൾ നമുക്ക് എസെക്കിയേലിന്റെ അകത്തൊന്നും കിട്ടുന്നുണ്ട്. और इसेकिएल का जो किताब है, इसेकिएल नबी का किताब, उसका 28 अध्याय का 11वां वचन से हम देखते हैं कि लूसीफर कौन था और परमेश्वर ने उसे किस प्रकार निर्माण किया, बनाया। ആ ആ വാക്യങ്ങൾ നിങ്ങൾ വീട്ടിൽ വീണ്ടും നിങ്ങളുടെ സ്റ്റഡിയിൽ ഒന്നോടൊന്ന് പഠിക്കുമ്പോൾ അപ്പൊ അതിനെ പറ്റിയുള്ള ഒരു വ്യാഖ്യാനം കിട്ടും, അല്ലെങ്കിൽ ഒരു ഐഡിയ കിട്ടും. ഈ 2 പദത്തിന്റെ അകത്തും ദൈവം ദൂതന്മാരെ സൃഷ്ടിക്കുന്നു. അൺഗിനിത്തായിട്ടുള്ള ദൂതന്മാർ ആണ് ദൈവത്തിന്റെ സൃഷ്ടിയിൽ ഉണ്ടായിരിക്കുന്നത്. അവരെ ദൈവം തന്റെ ശബ്ദത്താൽ ഉണ്ടാക്കിയിരിക്കുന്നത്, കരങ്ങളാലല്ല. അപ്പോൾ ദൈവം ഒരു അൺഗിനിത്തായിട്ടുള്ള ദൂതന്മാരെ ആദ്യം തന്നെ സൃഷ്ടിക്കുവാനിടയായി. इन वचनों में हम देखते हैं कि परमेश्वर ने सबसे पहले जो है अनगिनत दूतों को जो है बनाया। और परमेश्वर ने उन्हें कैसे बनाया? अपने आवाज से, हाथों से नहीं, अपने आवाज से उन्हें बनाया। ഓക്കെ, ദാറ്റ്സ് എ സ്പിരിറ്റ് ബീങ്സ് ആണ്. അപ്പം അവരുടെ ബൈബിളിന്റെ അകത്തൂടെ നമ്മൾ ചിന്തിക്കുന്നത് ഒരു 3 തരത്തിലുള്ള ദൂതന്മാർ ദൈവം സൃഷ്ടിച്ചിട്ടുണ്ട്. അത് ബൈബിൾ നമുക്ക് തരുന്ന. അപ്പോൾ തന്നെ ഒരു 7 തലങ്ങളിലുള്ള ദൂതന്മാരുണ്ട്. പക്ഷെ നാം ബൈബിളിന്റെ അകത്ത് വായിക്കുമ്പോൾ 66 പുസ്തകത്തിന്റെ അകത്തുള്ള ആ ബൈബിളിന്റെ അകത്തൂടെ നമുക്ക് 3 തരത്തിലുള്ള ദൂതന്മാർ, 3 പ്രത്യേക കാര്യങ്ങൾക്കായിട്ട് ദൈവം സൃഷ്ടിച്ചതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. और वैसे तो 7 प्रकार के दूध लोग हैं, लेकिन पवित्र शास्त्र में हम देखते हैं कि पृथ्वी के कामों के लिए परमेश्वर ने नियुक्त किया हुआ 3 प्रकार के दूध लोग हैं, स्वर्गदूत। ദൈവം തന്നെ ആരാധിക്കുവാൻ, ദൈവത്തെ ആരാധിക്കുന്ന ഒരു ഗണം ദൂതന്മാരുണ്ട്. അത് സറാഫീംസ്, ദൈവത്തെ പാടി സ്തുതിക്കുവാൻ. കെറൂബീംസ്, ദൈവത്തെ പാടി സ്തുതിക്കുന്ന ആരാധന ഗണമാണ്. हम देखते हैं कि परमेश्वर को आराधना करने वाला सेराफीम या केरूबीम्स जो है आराधना के लिए बनाया गया दूध लोग है। ഓക്കെ, അതിൻ്റെ അകത്തെ പ്രധാനമായ ദൂതനായിരുന്നു ഈ ലൂസിഫർ. और उनका प्रधान था लूसीफर। ഒരു സർവജ്ഞാനിയല്ല, പക്ഷേ ദൈവിക ജ്ഞാന സമ്പൂർണതയിൽ സൃഷ്ടിച്ച ഒരു ദൂതനായി. और ज्ञानी नहीं, लेकिन परमेश्वर के ज्ञान से संपूर्ण हुआ एक परमेश्वर का सृष्टि था लूसीफर। സൗന്ദര്യ പൂർണ്ണതയിൽ സൃഷ്ടിച്ച ഒരു ദൂതനായി. और बहुत खूबसूरत था वो.
എല്ലാവിധ വാദ്യ ഘോഷത്തോടുകൂടെ അല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റ്സോടുകൂടെ തന്നെ നിർമ്മിച്ച ഒരു ദൂതനാണ്. और सारे वाद्यों के साथ बनाया गया एक दूत था. അഗ്നിമയമായ അനുഭവത്തിൽ സഞ്ചരിക്കാൻ കഴിവുള്ള കപ്പാസിറ്റിയിൽ ഒരു സൃഷ്ടിക്കപ്പെട്ട ദൂതനാണ്. और अग्निमय तरीके से चल सकता है, फिर सकता है, ऐसे कैपेसिटी में बनाया हुआ एक दूत है लूसीफर. ഈവൻ ദൈവസന്നിധിയിൽ തന്നെ ചെല്ലുവാനുള്ള ഒരു പെർമിഷൻ ഉണ്ടായിരുന്ന ഒരു ദൂതനായി. और परमेश्वर की उपस्थिति में जाने का परमिशन मिला हुआ दूत था लूसीफर. ഓക്കെ, ആ ഒരൊറ്റ കാരണത്താലാണ് അവൻ ചിറകൾ വിളർത്തുമ്പോൾ തന്നെ വാദ്യങ്ങൾ, സംഗീതം, സ്തുതികൾ പുറത്തു വരികയാണ്. അപ്പോൾ ആ ഒരു അഹങ്കാരം ഉള്ളിക്കയറി ദൈവത്തിന് വിരുദ്ധമായി ചിന്തിച്ച് അഹങ്കാരം അവനെ ആ ദൈവസന്നദ്ധിയിൽ നിന്ന്, ആ പദവിയിൽ നിന്ന്, ആ അനുഗ്രഹത്തിൽ നിന്ന് വെട്ടി താഴെ വീഴ്ത്തുകയാണ്. ഭൂമിയിലല്ല വീഴുന്നത്, ആകാശമണ്ഡലത്തിലാണ് വന്ന് വീഴുന്നത്. और हम देखते हैं कि परमेश्वर की उपस्थिति में क्योंकि इसे जाने की अनुमति था लूसीफर को, वो जब अपने पंख को फैलाता था सारे वाद्य अपने आप जो है ऑटोमेटिक बजने लगते थे. और क्योंकि वो बहुत खूबसूरत था, बहुत घमंडी था, और घमंड के कारण जो है परमेश्वर के विरोध उसका सोच हुआ, और उसी सोच के कारण परमेश्वर ने उसकी उपस्थिति से उसको काट कर गिराया. लेकिन जब वो गिरा, वो पृथ्वी पर नहीं आकाश मंडल पे गिरा. ബട്ട് എസക്കേൽ 28:16-17 ഒന്നൊന്ന് വായിക്കാമോ? ഒന്നുകൂടെ ക്ലിയർ ആകാനായിട്ട്. എസക്കേൽ 28:16-17 ഒന്ന് വായിച്ചാട്ടെ, എളുപ്പം. परंतु एसेकेल 28 का 16 और 17. 28 का 16 और 17 पढ़ रही हूँ. परंतु लेन देन का बहुतायत के कारण तू उपद्रव से भर कर पापी हो गया, और इसी से मैंने तुझे अपवित्र जानकर परमेश्वर के पर्वत से उतारा, और हे छाने वाले करूब, मैंने तुझे आग सरी के चमकने वाले मणियों के बीच से नष्ट किया है. सुंदरता के कारण तेरा मन फूल उठा, और वैभव के कारण तेरी बुद्धि बिगड़ गई थी. मैंने तुझे भूमि पर पटक दिया. ओके, पटक दिया. अभी ये उसके बारे में मैं बोला 28 अध्याय 11 से लेकर पढ़ते जाएगा, उसके बारे में विवरण है. अभी യെശയ്യാവിന്റെ പുസ്തകം 14:12 മുതൽ വായിക്കുമ്പോഴത്തേക്ക് അരുണോദയപുത്രനായ അല്ലെങ്കിൽ ലൂസിഫർ എങ്ങനെ വീണു എന്നുള്ള ആ ഒരു വാക്യം അവിടെ ഉണ്ട്. അതുകൂടെ ഒന്ന് വായിക്കണം. 11:12-13. यशायाह के पुस्तक 14 अध्याय की 12 और 13 पद में उसमें भी किस प्रकार से वो गिरा है कर लिखा. हे बोर के चमकने वाले तारे, तू कैसे आकाश से गिर पड़ा है. तू जो जाति जाति को हरा देता था, तू अब कैसे काट कर भूमि पर गिराया गया है. तू मन में कहता तो था, मैं स्वर्ग पर चढ़ूंगा, मैं अपने सिंहासन को ईश्वर के तारागण से अधिक ऊंचा करूंगा, और उत्तर दिशा की छोर पर सभा के पर्वत पर विराजूंगा. ओके. ഈ സ്വർഗത്തിന്റെ പല തലങ്ങളുണ്ട്, തട്ടുകളുണ്ട്. ലോവർ ഹെവൻ ഉണ്ട്, ദ സ്റ്റാർ വേൾഡ് ഉണ്ട്, പരംപവിത്ര അല്ലെങ്കിൽ സ്വർഗാദി സ്വർഗമുണ്ട്. और स्वर्ग तो जो है कई तरह के लेयर्स है. उसमें से एक है लोअर लेवल है, ആകാശമണ്ഡലം, लोअर लेवल या आकाश मंडल करके वो जाना जाता है. फिर है स्टार वर्ल्ड है, तारागण की तारागणाद. तार वर्ल्ड को तारागण भी करके कहा जाता है. फिर उसके बाद 13-ാമത്തെ വാക്യത്തിനകത്ത് എന്തോ മോളെ വായിച്ചേ? 13-ാമത്തെ വാക്യത്തിനകത്ത് ഒന്ന് വായിച്ചേ. तू मन में कहता तो था, मैं स्वर्ग पर चढ़ूंगा.
मैं ആ अपना सिंहासन को ईश्वर के तारागण से अधिक ഊപ് ऊंचा അപ്പൊ करूंगा। അത് താരാഗണം, അതിനാണ് സ്റ്റാർ വേൾഡ് എന്ന് പറയുന്നത്. ആ जी। അതിന്റെ മുകളിലാണ് സ്വർഗാദി സ്വർഗം. और तीसरा है स्वर्गादि स्वर्ग। ये तीन जो है अलग स्वर्ग के लेवल्स है। ഓക്കെ, ഇത് നമ്മുടെ സ്റ്റഡിയിൽ വരുന്നതല്ലാത്തത് കൊണ്ടാണ് ഞാൻ അതിനെ മൂന്ന് സ്വർഗം, മൂന്ന് പൃഥ്വി, മൂന്ന് നരകം, ഇതൊക്കെ ഒരു സ്റ്റഡിയിൽ വരുന്നതാണ്. तीन स्वर्ग, तीन पृथ्वी, तीन नरक, ये सब स्टडी में आता है। आगे ओके, तो ये हमारे हमारे ये स्टडी में नहीं है, वो अलग स्टडी है, इसके लिए उसका उसमें अब नहीं जा रहा है. ठीक है. അപ്പം ഈ ഇവൻ ഇവൻ നിൽക്കുന്ന സ്ഥലം കണ്ടോ, എവിടെ ആയിരുന്നു എന്നുള്ളതിന്റെ ഒരു ഐഡിയ നമ്മൾ കിട്ടുന്നത് ലോവർ ലെവലിൽ നിന്ന് സ്റ്റാർ വേൾഡ് കടന്ന് ദൈവസിംഹാസനത്തിന്റെ മുന്നിൽ, അല്ലെങ്കിൽ ആ സ്വർഗാദി സ്വർഗത്തിൽ കയറി ആ ദൈവസിംഹാസനത്തിന്റെ മുകളിൽ ഇരുന്ന് വാഴാനുള്ള ആ വ്യാമോഹം, അഹങ്കാരം അവനെ പതനത്തിലേക്ക് നയിക്കുവാനിടയായി. और हम देखते हैं कि ये वचन के द्वारा में पता चलता है कि लूसीफर जो है लोअर स्वर्ग लेवल में था, वहां से तारागण के भी ऊपर पवित्र परमेश्वर की उपस्थिति में उस ऊंचे स्थान में जाने का जो है उसे एक बड़ा मोह आया। ഇത് ചിന്തിച്ചോണം, എല്ലാ പ്രൗഢിയിലും സൃഷ്ടിച്ച ഈ ലൂസിഫർ, ആ എല്ലാ ഗുണങ്ങളിലും എല്ലാ ഗുണങ്ങളോടും കൂടെ സൃഷ്ടിച്ച ഈ ലൂസിഫർ, सभी गुण से जो भरा हुआ या बनाया हुआ लूसीफर അഗ്നിമയമായ രഥങ്ങളിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ദ ഫയറി ഏഞ്ചൽ ആയിരുന്നു അത്. अग्निमय रथों में या फिर फायरी एंजल करके कहा जाता है। എന്നുവെച്ചാൽ സ്വർഗാദി സ്വർഗത്ത് ദൈവസന്നിധിയിൽ വരെ വരാനുള്ള ഒരു പെർമിഷൻ ലഭിച്ച ഒരു ഏഞ്ചൽ ആയിരുന്നു അത്. और स्वर्गादि स्वर्ग परम पवित्र स्थान परमेश्वर की उपस्थिति तक आने का अनुमति मिला हुआ एक दूत था लूसीफर। ഇത് കണ്ട ആ ഒരു അധികാരം, ആ ദൈവം തന്ന എല്ലാ ദൂതന്മാരെക്കാട്ടിലും കൂടുതൽ തനിക്ക് ലഭിച്ച ആ അധികാരം, ആ സ്വാതന്ത്ര്യത്തെ ഇപ്പോൾ താൻ മിസ്യൂസ് ചെയ്യുകയാണ്. അപ്പോൾ ഒന്ന് ചിന്തിച്ചോണം, ഇത് സ്വർഗാദി സ്വർഗത്തിലല്ല തനിക്ക് തോന്നുന്നത്, സ്റ്റാർ വേൾഡിന്റെ സമയത്തല്ല തോന്നുന്നത്, താൻ ഏറ്റവും താഴെ ആ ലോവർ ലെവലിൽ നിന്നാണ് ഈ ചിന്ത തന്റെ മനസ്സിന്റെ അകത്ത് അഹങ്കാരം വരുന്നത്. हम देखते हैं कि सारे दूतों से भी अधिक अधिकार पाया हुआ लूसीफर, उसे बहुत स्वतंत्रता था, लेकिन उस सारे अधिकार स्वतंत्रता को उसने जो है मिसयूज किया। हम देखते हैं कि उसके मन में ये जो विचार जो है परम पवित्र के स्थान पर रहते वक्त नहीं, तारोगण में रहते वक्त नहीं, एकदम लोअर लेवल, स्वर्ग के लोअर लेवल में रहते वक्त वो ऊंचाई की सोच रहा है। കണ്ടോ, അപ്പോൾ ആ സ്വർഗത്തിന്റെ ലോവർ ലെവലിൽ കയറി വരാം. ദൈവം പോലും ആലയം പണിയാനായിട്ട് സ്വർഗത്തിന്റെ മാതൃകയാ കാണിച്ചത്. और परमेश्वर जो है पृथ्वी पर आलय बनाने के लिए जो है स्वर्ग का ढांचा जो है दिखाया। ആണോ, പ്രാകാരമുണ്ട്, പവിത്ര സ്ഥലമുണ്ട്, അതിപവിത്ര സ്ഥലമുണ്ട്, ആങ്കൻ आंगन है, പവിത്ര पवित्र स्थल है, अति पवित्र स्थल है। അത് സ്വർഗത്തിന്റെ പാറ്റേൺ ആണ്, ആ സ്വർഗത്തിന്റെ മാതൃകയാണത്. और ये तीन जो है स्वर्ग का पैटर्न है, ढांचा है। ഈ ആങ്കനത്തിൽ അല്ലെങ്കിൽ ഈ പ്രാകാരത്തിൽ ആർക്കും വരാം, പോകാം വരാം, അതൊരു വഴി പോലാണ്, എല്ലാവർക്കും വരാം പോകാം. और आंगन में जो है कोई भी आ सकता है, जा सकता है। അതുകൊണ്ട് യോബിന്റെ പുസ്തകത്തിന്റെ അകത്ത് കണ്ട പിശാച് അവിടെ വന്ന് നിൽക്കുകയാണ് हम देखते യോബിനെ കുറ്റം വിധിക്കാൻ. ലോവർ ലെവലാണ് ഏറ്റവും അവൻ നിൽക്കുന്നത്, ഇപ്പൊ അവിടാണ്. तो स्वर्ग का लोअर लेवल में जो है हम देखते हैं अय्यूब के किताब में शैतान आकर परमेश्वर से अय्यूब के विषय में कहता है, अभी भी वो जो है स्वर्ग का लोअर लेवल में है। അപ്പൊ എഫേസ്യ ലേഖനത്തിൽ പറയുന്നു ആകാശത്തിലുള്ള ദുഷ്ടാത്മസേന. इसके लिए इफिसियों का पत्री में लिखा है कि आकाश मंडल की दुष्टात्मा सेनाएं। അപ്പൊ അവിടെ അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം. അവന്റെ ആ ചിന്ത വരുന്നത്, അല്ലെങ്കിൽ ആ പാപത്തിന്റെ അഹങ്കാരത്തിന്റെ ചിന്ത വരുന്നത് ലോവർ ലെവലിൽ. അതുകൊണ്ടാ പറയുന്നത് ഞാൻ സ്വർഗത്തിൽ കയറും. അപ്പോൾ ചിന്തിക്കുന്ന താഴെ കയറും.
എന്ന് പറഞ്ഞാൽ ഏറ്റവും ലോവർ ലെവൽ എന്ന് ചിന്തിക്കുകയാണ്. അപ്പം അത് പിടിക്കാൻ അല്ലെങ്കിൽ അത് പ്രാപിക്കാനായിട്ട് താൻ പറക്കുമ്പോഴാണ് ദൈവം വെട്ടുന്നത്. और जो लूसीफर है, लोअर स्वर्ग के लोअर लेवल में रहते वक्त ये पाप का सोच, ये घमंड का सोच, उसके विचार जो है उसके मन में आता है, और उसी सोच में वो कहता है कि मैं ऊपर चढ़ूंगा। ചടുക. ആ, वो चढ़ने का सोचते ही वक्त परमेश्वर उसे काट देते हैं। കണ്ടോ? അപ്പൊ അവനത് പറക്കാനായിട്ട് അല്ലെങ്കിൽ അത് പ്രാപിക്കാനായിട്ട് പറക്കുകയും ദൈവം അവനെ കട്ട് ചെയ്ത് ആ ലോവർ ലെവലിൽ, ആ ആകാശത്തിന്റെ ഏറ്റവും ലോവറിൽ, ആകാശമണ്ഡലത്തിൽ വന്ന് വീഴുകയാണ്. और हम देखते हैं कि जैसे ही लूसीफर ये सोचता है कि मैं ऊपर चढ़ूंगा, और सोचते ही वक्त परमेश्वर उसको काट कर आकाश के एकदम लोअर लेवल में गिरा देता है। ഓക്കെ, രണ്ടാമത്തെ ദൂതന്മാര് ദൂതുവാഹകരായിരുന്നു, മെസ്സഞ്ചേഴ്സ് ആണ്. और दूसरा जो दूध लोग है वो मैसेंजर करके जाता है, दूधों को ले चलने वाले। മലാക്ക് എന്ന് പറഞ്ഞ വാക്കാണ്. അപ്പൊ അത് അവരും അൺഗിനത്തായിട്ടുള്ള ദൂതന്മാരാണ്. അതിലെ ഗബ്രിയേലാണ് അതിന്റെ മെയിൻ ദൂതനായിട്ടുള്ളത്. और ये जो दूसरा दूध लोग है उन्हें मलाक करके भी जाना जाता है, और उनका प्रधान जो है गेब्रिएल है। പിന്നെ ദൈവത്തിന്റെ സേനയുണ്ട്, ദൈവത്തിന്റെ സൈന്യമുണ്ട്, ഹോസ്റ്റ്, ദ ഹെവൻലി ഹോസ്റ്റ് ഉണ്ട്. അതിന്റെ പ്രധാനമായ ദൂതനാണ് മൈക്കിൾ അല്ലെങ്കിൽ മിഖായേൽ. और फिर यहोवा परमेश्वर का सेना है, जो उसका प्रधान जो है माइकल करके जाना जाता है। മിഖായേൽ. ഓക്കെ, തോ ഈ മൂന്ന് തരത്തിലുള്ള ദൂതന്മാരെ ബൈബിളിന്റെ അകത്തൂടെ നമുക്ക് കിട്ടുന്നു. പക്ഷേ കണ്ടോ, ഈ 9-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഒരു ദൂതനെ പറ്റി ഇവിടെ പറയുകയാണ്. ആയിരുന്ന ഒരു സ്റ്റാർ അല്ലെങ്കിൽ അലകലക തരത്തിലുള്ള ദൂതന്മാർ. ഒന്ന് ചിന്തിച്ചു നോക്കണം. ഇവിടെ ആകാശത്തിൽ നിന്ന് ഒരു 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 എന്തുവാ നക്ഷത്രം വീണ് കിടക്കും. और हम देखते हैं कि पूरे पवित्र शास्त्र में ये 3 प्रकार की स्वर्गदूत के बारे में बताया, लेकिन प्रकाशित वाक्य 9 अध्याय में हम देखते हैं कि एक स्वर्गदूत को जो है गिरा സ്വർഗദൂതനല്ല, ഒരു സ്റ്റാർ വീണ് കിടക്കും. एक तारा को താര ആകാശത്തെ ഗിര. आकाश से गिरा दिया। ഓക്കെ, തോ അതൊരു വ്യക്തി, അതൊരു ഒരു ഒരു പ്രത്യേകമായ വ്യക്തി അല്ലെങ്കിൽ ഒരു ദൂതന് സമാനമായിട്ടുള്ളതാണ്. സ്വർഗദൂതനല്ല, അത് ഫോളൻ ഏഞ്ചലിലെ ഒരു അധികാരം പ്രാപിച്ച ദൂതനാണ്. ദൈവം പ്രത്യേകമായിട്ട് നിയമിച്ചിരിക്കുന്ന ദൂതഗണത്തിലെ ഒരാളാണ്. और ये तारा जो है एक व्यक्ति है, एक दूध है, फॉलन एंजल में से एक है, जिसे परमेश्वर ने कुछ खास काम के लिए नियुक्त किया था। देखो, ദൈവത്തിന്റെ കാര്യത്തിന് എല്ലാത്തിന്റെ അധിപതിയായിരിക്കുന്നത് ദൈവമാണ്. ദൈവം പെർമിഷൻ കൊടുക്കാതെ ഒരൊറ്റ പിശാചിനാണേലും ദുരാത്മാക്കൾക്കാണേലും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അവർക്ക് ശക്തി ഉണ്ടെങ്കിലും ദൈവത്തിന്റെ പെർമിഷൻ ഇല്ലാതെ ചില പ്രത്യേകമായ മിഷൻസ് അവർക്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇവിടെ കണ്ടോ, ഈ നക്ഷത്രം വീണ് കിടക്കുന്നു. അവന് ഒരു താക്കോലില്ല, അവന് അധികാരമില്ല. കണ്ടോ, അവന്റെ കയ്യില് ചാവിയൊന്നുമില്ല, അധികാരം ദൈവമാണ് കൊടുക്കുന്നത്. കണ്ടോ, അവന് അഗാധ കൂപത്തിന്റെ താക്കോൽ ലഭിച്ചു, അവന്റെ കയ്യിലില്ല, അവൻ കൊടുക്കുകയാണ് ചെയ്യുന്നത്. हम देखते हैं कि परमेश्वर जो है सारे चीज पर अधिपति है। शैतान हो या फिर कोई भी दूत हो, परमेश्वर के अनुमति के बिना कुछ भी कर नहीं सकता है। हमने 9वां अध्याय का पहला वचन में ये देखा है कि ये जो तारागण गिरता हुआ देखा और उसे अतः कुंड की कुंजी दी गई। ഒരു പ്രത്യേകമായ മിഷൻ ഇവിടെ നമുക്ക് ചിന്തിക്കണം. ഇനിയും വരാൻ പോകുന്ന സമയങ്ങളിൽ, എസ്കറ്റോളജിയിൽ, ഈ മഹാപീഡന സമയങ്ങളിൽ ദൈവം ബന്ധിച്ചിരിക്കുന്ന പല ദൂതന്മാരെയും അഴിച്ചുവിടും. ദുരാത്മാക്കളായിരിക്കുന്ന പലതിനെയും ദൈവം ബന്ധിച്ചിട്ടുണ്ട്. അവരെ ദൈവം പ്രത്യേകമായ ഒരു മിഷന് വേണ്ടി അഴിച്ചുവിടും. और महाक्लेश के समय में बंदी बनाया हुआ कई जो दूध लोग हुए, दुष्टात्मा सेनाओं को जो है परमेश्वर कुछ विशेष कार्य के लिए जो है रिलीज कर देंगे.
യാ യാ അപ്പം അതിൻ്റെ അകത്തെ അത് ഇപ്പോൾ യൂദായുടെ ലേഖനത്തിന് നമ്മൾ പറയുമ്പോഴത്തേക്ക് അവിടെ ചില ദൂതന്മാരെ ബന്ധിച്ചിട്ടിട്ടുണ്ട്. പത്രോസിന്റെ രണ്ടാം ലേഖനം നമ്മൾ വായിക്കുമ്പോൾ അവിടെയും ദൂതന്മാരെ ബന്ധിച്ചിട്ടുണ്ട്. വാഴ്ച കാക്കാത്ത ദൂതന്മാരെ ദൈവം ബന്ധിച്ചിട്ടുണ്ട്. ചില ദൂതന്മാരെ ദൈവം പ്രത്യേകമായ മിഷന് വേണ്ടി ഒരു ഡാർക്ക് പ്ലേസിൽ, അഗാധമായ ഒരു 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 ഡാർക്ക് പ്ലേസിൽ ബന്ധിച്ചു വെച്ചിരിക്കുകയാണ്. और हम देखते हैं कि यहूदा के पुस्तक में പുസ്തകം भी दूसरा पत्रस के पत्री में भी हम देखते हैं कि कुछ दूतों को जो है परमेश्वर ने अंतकार में जो है बंदी बना के रखा है, और उन लोगों को कुछ विशेष काम के लिए जो है परमेश्वर ठहराया है। യാ ഈ ഇവിടെ നമ്മൾ പറയുന്ന ഒരു അഗാധ കൂപം എന്ന് പറയുന്നത് ഒരു സ്ഥലത്തെ അവിടെ പറയുന്ന അഗാധ കൂപം. अतः कुंड जो है एक जगह के विषय में बोला है। ആ അഗാധ കൂപം എന്ന് പറയുന്ന സ്ഥലം നരകമല്ല. अतः कुंड जो है वो नरक नहीं है। നെയ് ഒരു പ്രത്യേകമായ ഡാർക്ക് പ്ലേസ് ആണ് ഇവരെ ബന്ധിച്ചിരിക്കുന്ന, ഈ ദുരാത്മാക്കളെ ബന്ധിച്ചിരിക്കുന്ന പ്രത്യേകമായിട്ടുള്ള ഒരു 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 സ്ഥലമാണ്. सो ये अतः कुंड जो है नरक नहीं है, बल्कि एक ऐसा अलग सा अंधकार से भरा हुआ स्थल है जहां पर दुष्ट आत्माओं को परमेश्वर ने बंदी बनाकर ठहराया है। അതിന് പല സെൽസുകളുണ്ട്. ഈ അഗാധ ഗർത്തത്തിന് ഒരു ദൂതനുണ്ട്, ഒരു രാജാവുണ്ട്. और इस अतः कुंड में भी एक राजा है। അഗാധ ഗർത്തം. അപ്പോൾ 11ാമത്തെ വാക്യം കൂടെ ഒന്ന് വായിക്കണമേ. 11ാമത്തെ 11. 11 का 9 का 11वां पद में ऐसा लिखा है, अतः कुंड का दूत उन पर राजा था। കേട്ടോ. അപ്പൊ ഇതിന്റെ സെല്ലുകളെ എല്ലാം ഭരിക്കുന്ന ഒരു രാജാവുമുണ്ട്. അവന്റെ പേര് അബദ്ധോൻ എന്ന് പറയുന്ന ഒരു പേരും അവിടെ കൊടുത്തിട്ടുണ്ട് എബ്രാ ഭാഷയിൽ. അപ്പല്ലുവോൻ. और ये अतः कुंड में जो है बहुत सारे सेल्स है, और इस अतः कुंड के लिए एक राजा भी है। 9 का 11वां पद में लिखा है कि वो राजा का नाम इब्रानी में अबदोन करके है। यूनानी में അപ്പല്ലുവോൻ. या ഓക്കെ, ठीक है. ഇങ്ങനെ ഇതിന്റെ അപ്പം ഇവിടെ കണ്ടോ, ഒരു ദൂതൻ വന്ന് കിടക്കുന്നു. അവന് അഗാധ കൂപത്തിന്റെ താക്കോൽ കൊടുക്കുകയാണ്. ഈ അഗാധ കൂപത്തിനെ കുറിച്ച് ഒരുപാട് വിഷയം ബൈബിൾ തന്നെ നമുക്ക് പറഞ്ഞു തരുന്നു. और यहाँ पर एक तारागण गिरा, उसे अतः कुंड की कुंजी दी गई, और अतः कुंड के विषय में बाइबल में बहुत सारी बातें बताया है। ഒരു പ്രത്യേകമായ ടോർച്ചറിങ് പ്ലേസ് ദൈവം വീണുപോയ ദൂതന്മാർക്ക് വേണ്ടി വെച്ചിരിക്കുന്നതാണ്. അത് ലൂക്കായുടെ പുസ്തകത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ലൂക്കോസ് അതിന്റെ 8ാം അധ്യായത്തിന്റെ 26 മുതലുള്ള വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഒരു ചെറിയൊരു ഒരു വെളിപ്പാട് നമുക്ക് കിട്ടുന്നുണ്ട്. ലൂക്കോസ് लूका का सुसमाचार 8 अध्याय और उसका 26वां वचन। लूका का सुसमाचार 8 अध्याय उसका 26 में ये अतः कुंड में जो है एक टॉर्चरिंग प्लेस है। ठीक है बोल. നെയ് ഞാൻ പറയുന്ന കേക്കണേ, ഒന്ന് ശ്രദ്ധിച്ചിട്ട് പറയണേ. ഈ अगाध गुंड क्या है कर थोड़ा सा एक प्रकाशन बाइबल के अंदर से हमें मिलता है. जो बाइबल हमें सिखाने वाला कुछ बातों को हम पहला देखेंगे, वो क्या है कर समझने के लिए. देखो 26 തൊട്ട് നമ്മൾ വായിക്കുമ്പോൾ ഗദരാദേശത്തിൽ യേശു വരികയാണ്. ഗദരാദേശത്തേക്ക് യേശു വരികയാണ്. മോൾ പറഞ്ഞു ഇനി. और लूका का सुसमाचार 8 का 26 से हम देखते हैं कि यीशु मसीह जो है गिरसियनियों के देश में पहुंचे। ഗലീലയിൽ വലിയ അത്ഭുതം നടന്നു. വലിയ അത്ഭുതങ്ങളൊക്കെയാ. ആ ഗലീലയിലെ തീരത്ത് ഭയങ്കര അത്ഭുതം. 5 അപ്പം തൊട്ട് 5000 പേരെ പോഷിപ്പിക്കുന്നു. വലിയ വിടുതല സൗഖ്യമൊക്കെ നടന്നു. പക്ഷെ ആ ഗലീല തടാകത്തിന്റെ एकदम ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആ സ്ഥലത്ത് ഗദരാദേശത്ത് ഒരു മനുഷ്യൻ വർഷങ്ങളായി പൈശാചിക ബന്ധനത്തിൽ 6000 ഭൂതങ്ങൾ അവനെ ബാധിച്ച് ബന്ധിച്ച് കഷ്ടത്തിലായിരിക്കുന്ന ഒരു മനുഷ്യന്റെ ആ ദുഃഖം എന്റെ യേശുവിന്റെ കാതിലെത്തി.
और हम देखते हैं कि गलील में जो है बड़े बड़े चमत्कार हुए, अद्भुत काम किए परमेश्वर ने, बहुत लोगों को भोजन दिया। लेकिन उसके उस पार गिरासेनियों के देश में जो है करीब एक व्यक्ति में 6,000 दुष्ट आत्माएं थे, और उसका जो दर्द और पीड़ा से निकलने वाला आवाज यीशु प्रभु के कान में पड़ा। കേട്ടോ, ഇത് മനുഷ്യർക്ക് ആർക്കും കഴിയാൻ കാണുന്നില്ല. ഇവിടെ നിൽക്കുന്ന മനുഷ്യരെല്ലാം സന്തോഷിക്കുന്നു, വിടുതൽ പ്രാപിക്കുന്നു, ആഹാരം കിട്ടുന്നു, സകലം. പക്ഷേ ഒരുത്തൻ പിശാചിനാൽ ബന്ധിക്കപ്പെട്ട് വർഷങ്ങളായി ആ ബന്ധനത്തിലായിരിക്കുന്ന അവന്റെ കരച്ചിലിനെ കേൾക്കുന്ന ഒരു കർത്താവിനെയാണ് നമ്മൾ അവിടെ കാണുന്നത്. കിലോമീറ്ററുകൾ ദൂരെയുള്ള ആ ഗലീല തടാകത്തിന്റെ അതിന്റെ അങ്ങേരെ മുന്നിൽ കാണുന്ന ആ ദൂരത്തുള്ള ഗദരയിൽ പീഡിപ്പിക്കപ്പെടുന്ന മനുഷ്യന്റെ വേദനയെ ഇവിടുള്ളവർക്ക് അറിയത്തില്ല. പക്ഷേ സർവശക്തനായ നമ്മുടെ കർത്താവിന്റെ ഹൃദയത്തിൽ അവന്റെ വേദനയെ അറിയുവാനിടയായി. എന്റെ കർത്താവ് അവനെ കാണുവാനിടയായി. അവനെ വിടുവിക്കാൻ യേശു അവിടേക്ക് യാത്ര ചെയ്യുകയാണ്. और हम देखते हैं कि गलील में बड़े चमत्कार हो गए, लोग भोजन खा रहे, आनंद मना रहे, खुश है। लेकिन उस पार गिरासनियों के देश में एक दुष्टात्मा से पीड़ित व्यक्ति बड़े पीड़ा में चिल्ला रहे, रो रहे। उसका आवाज यीशु प्रभु के कान में पड़ा, और उसकी दर्द को यीशु मसीह ने, उसकी पीड़ा को यीशु मसीह ने अपने हृदय में महसूस किया, और उसके लिए, उसको छुड़ाने के लिए प्रभु उसकी ओर जा रहा है। ഞാൻ ഒരു ചെറിയൊരു ആശ്വാസത്തിന്റെ വചനം പറഞ്ഞ് അങ്ങ് തീർക്കുകയാണ്. നമ്മെ പലപ്പോഴും നമ്മുടെ വേദന, നമ്മുടെ ദുഃഖം, നമ്മുടെ ആ കഷ്ടം, നമ്മുടെ പ്രയാസം അറിയാതിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷെ അറിയാമെങ്കിലും നമ്മൾക്ക് വേണ്ടി ഒന്ന് സഹായിക്കാൻ പറ്റാത്ത പലരും കാണും. പലരും ആ യേശുവിന്റെ സ്നേഹം, അനുഗ്രഹം, വിടുതലൊക്കെ പ്രാപിക്കുമ്പോൾ ചിലരത് പ്രാപിക്കാൻ കഴിയുന്നില്ലെന്നുള്ള ഒരു ബോധമോ വെളിപ്പാടോ പലപ്പോഴും ദൈവമക്കൾക്ക് കിട്ടുന്നേയില്ല. ദൈവമേ, ഞാൻ വിടുതൽ പ്രാപിക്കുന്നുണ്ട്, ഞാൻ അനുഗ്രഹം പ്രാപിക്കുന്നുണ്ട്, ഞാൻ സൗഖ്യം പ്രാപിക്കുന്നുണ്ട്, ഞാൻ അനുഗ്രഹിക്കപ്പെടുന്നുണ്ട്, എനിക്കെല്ലാം ആ തൃപ്തിയാവുന്നുണ്ട്. പക്ഷേ നാളുകളായി വസ്ത്രമില്ലാതെ വേദനയിൽ കഷ്ടപ്പെടുന്ന, മാനസികപരമായി, ശാരീരികപരമായിട്ട്, സാമ്പത്തികപരമായിട്ട് തകർന്ന് ആരോടും തന്റെ വേദന പറയാതിരിക്കുന്ന എത്ര ജനങ്ങൾ ഉണ്ടെന്നുള്ള കാര്യം ഈ രാത്രി നാം ഓർക്കണം. हम कई बार जो है अपना दर्द नहीं जानने वाले कई सारे लोग हैं। हम हमारा दर्द जानने वाले लोग भी हैं जो हमारी सहायता कर नहीं पाते। लेकिन यहाँ पर हम देखते हैं कि कुछ लोग जो है एक जगह पर आनंद मना रहे, खुशी में है, लेकिन उस पार बहुत सारे लोग जो है जिन्हें भोजन नहीं है, जो आनंद से वंचित है, उन्हें खुशी नहीं है, दुख में है, निराशा में, वस्त्र नहीं है। हम आनंद पाते वक्त हमें ये भी सोचना है कि ऐसे सारे बहुत सारे लोग हैं जिन्हें ये सब खुशी नहीं है। ആമേൻ. എന്നാൽ ഒന്ന് ചിന്തിച്ചോണം, നമ്മുടെ ചെറിയ നിലവിളിയെ പോലും മനുഷ്യൻ കേൾക്കാതിരിക്കുമ്പോൾ നമ്മുടെ എല്ലാ നിലവിളിയും കേൾക്കുന്ന ഒരു കർത്താവുണ്ട്. അവന് നമ്മെ സൗഖ്യമാക്കുവാൻ, വിടുവിക്കുവാൻ, സഹായിക്കുവാൻ, ആ, നമുക്ക് വേണ്ടി പ്രവർത്തിക്കുവാനുള്ള ആ സമയമായിരിക്കുകയാണ്. നിന്റെ വേദനയെ കണ്ട് യേശു ഈ സന്തോഷത്തെ വിട്ട് അവിടെയുള്ള ജനം എന്ത് പറഞ്ഞാലും, ഇൻസൾട്ട് ചെയ്താലും നിന്നെ വിടുവിക്കാനായിട്ട് അവൻ വരികയാണ്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഗദരദേശം അംഗീകരിക്കാത്ത ദേശമായിരിക്കാം. ഗദരദേശത്തിലുള്ളവർ യേശുവിനെ ഇൻസൾട്ട് ചെയ്യുന്നവരായിരിക്കാം. പക്ഷേ നിലവിളിക്കുന്ന നിനക്ക് വേണ്ടി ആ അപമാനം സഹിക്കാൻ എൻ്റെ യേശു തയ്യാറാണ്. നിന്നെ രക്ഷിക്കാൻ നീ എന്നുള്ള ഒരു വ്യക്തിയെ കുറിച്ച് എൻ്റെ ദൈവത്തിന് വേദനയുണ്ട്. ആ നിന്നെ രക്ഷിക്കാൻ ആ പ്രതികൂല സ്ഥലത്ത് കടന്നു വന്ന് ആ ബന്ധനത്തിൽ നിന്ന് വിടുവിച്ച് നിന്നിൽ കൂടെ ഒരു അത്ഭുതം ആ ദേശത്ത് ചെയ്യുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. ഈ രാത്രി ഒരു ശക്തമായ ദൂത് പറയുകയാണ്. ഇവിടെ ഇരിക്കുന്ന ഈ ഈ ഈ ജനം അതാരാണേലും, ആരെങ്കിലും വേദന അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഈ രാത്രി കർത്താവ് നിനക്ക് വേണ്ടി വരികയാണ്. ഓ, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. और मैं परमेश्वर मैं मैं ये जो वचन बोलने के टाइम में मेरे अंदर आत्मा में पवित्र आत्मा कुछ बातें कर रहा है.
आपकी वेदना कोई नहीं देखता रहेगा, आपके दुख को कोई नहीं समझता रहेगा। आपको छुड़ाने के लिए ये धरती में किसी से भी नहीं हो सकता रहेगा। लेकिन बोलना नहीं, आपके लिए एक प्रभु है, आपका एक खुदा है। अगर रो आपके पास आ गया तो सारे असंभव आपके जीवन से दूर होने जा रहा है। हालेलुया। वो आपके लिए അപമാൻ സഹനെ के लिए भी तैयार है। ക്രൂശിൽ അവൻ നിനക്ക് വേണ്ടി അപമാനം സഹിച്ചെങ്കിൽ ഈ ഈ ഭൂമിയിലുള്ള വിഷയത്തെ പോലും അവന് അലലിയ പ്രയാസമല്ല, നമുക്ക് വേണ്ടി ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്ന, നമ്മുടെ വിഷയത്തിന്മേൽ അത്ഭുതം ചെയ്യുന്ന ഒരു കർത്താവുണ്ടെന്ന് എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? तो ഹല്ലേലൂയ, സ്വതന്ത്രം। यदि परमेश्वर ने हमारे लिए अपमान सहा, तो हमारे जो भी परिस्थिति है उसमें से हमें छुटकारा देने के लिए वो उसके സ്വതന്ത്രം, उसमें സ്വതന്ത്രം, परमेश्वर സ്വതന്ത്രം। अपमान लेने के लिए जो है सामर्थ्य वाला एक परमेश्वर आपको और मेरे लिए है। ആമേൻ, ആമേൻ। ഗദരേസ ദേശത്ത് വന്നു, യേശു അവനെ വിടുവിച്ചു. അവര് പറഞ്ഞ ഒരു കാര്യം, അത് പറയാനായിരുന്നു ഞാനിവിടെ. ആ ആ പ- ആറ് 6000 ദുരാത്മാക്കൾ യേശുവിനോട് അപേക്ഷിച്ച ഒരു കാര്യമുണ്ട്. ഞങ്ങളെ എങ്ങോട്ട് വിടരുതെന്നറിയാമോ? അഗാധ കുണ്ഠത്തിലേക്ക് വിടരുത്, പന്നികളിലേക്ക് വിടാവുള്ളൂ. और ആ एक बात, എറ്റേണൽ ഡാർക്ക്നെസ്സിലേക്ക് ഞങ്ങളെ വിടരുതെന്നാണ് ഇംഗ്ലീഷിന്റെ അകത്ത്. ഉണ്ടോ? ആ ഒരു വാക്യം പറയാനാണ് ഞാൻ ആ വചനം കൊണ്ടുവന്നത്. പിശാചുക്കളെ ഇടുന്ന, അല്ലെങ്കിൽ ദുരാത്മാക്കളെ ഇടുന്ന ഒരു സ്ഥലമായിരുന്നു. അപ്പോൾ തന്നെ അവിടേക്ക് വിടാനുള്ള അധികാരം നമ്മുടെ കർത്താവിനാണ്. അവിടുന്ന് പുറത്താക്കാനുള്ള അധികാരം നമ്മുടെ കർത്താവിനാണ്. അവരെ ബന്ധിച്ചിരിക്കുന്നത് കർത്താവാണ്, അവിടെ അയക്കുന്നതും കർത്താവാണ്. ആ ദുരാത്മാക്കൾക്ക് മനസ്സിലായി ഇവൻ എന്തും കഴിയും. അതുകൊണ്ട് അവർ അപേക്ഷിക്കുകയാണ്, ദൈവമേ കൃപയാൽ ഞങ്ങളെ ആ അന്ധകാരത്തിലേക്ക് വിടരുതേ, ഞങ്ങളെ ഈ പന്നിക്കൂട്ടിലേക്ക് വിടാവണം. അപ്പോൾ और ഞാൻ ഈ അഗാധകൂപത്തിന്റെ വിഷയം ഒന്ന് രണ്ടെണ്ണം ബൈബിളിന്റെ അകത്തുള്ളത് പറയാനും വേണ്ടി മാത്രം ഈ വചനം എടുത്തതാണ്. ये वचन मैंने इसके लिए लिया है कि ताकि अतः कुंड के विषय में बता सकूं। यहाँ पर गिरासिनियों के देश में जो व्यक्ति के भीतर 6000 दुष्टात्मा थे, वो यीशु मसीह से विनती कर रहा है। उसका 31 वचन में लिखा है कि हमें अतः खड्डे में जाने की आज्ञा न दे, हमें കണ്ടോ? सूअरों के बीच में भेज दे करके। तो ये अतः कुंड जो है वो टॉर्चरिंग जगह है ये। ദുരാത്മാക്കൾ കിടക്കുന്ന സ്ഥലമാണ്. ദുരാത്മാക്കൾ അവർ അവിടെയും ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്, അവിടെ ടോർച്ചർ ചെയ്യപ്പെടുകയാണ്. അവിടുന്ന് പുറത്തു വരുന്ന ചില ഒരു ജീവികളെ കുറിച്ചാണ് നമ്മൾ വായിക്കാൻ പോകുന്നത്. അപ്പൊ അവിടെ കിടക്കുന്ന ജീവികൾ ഭയങ്കരമായിട്ടുള്ള, എന്താ പറയുന്ന, പീഡിപ്പിക്കപ്പെടുന്ന സ്ഥലങ്ങൾ പോലുമാണ്. അപ്പോൾ ഈ പുറത്തുള്ള ദുരാത്മാക്കൾക്ക് അവിടോട്ട് പോകാനുള്ള പേടിയാണ്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവർക്കറിയാം ഭയങ്കര പ്രശ്നം ഉണ്ടാവും. തേളിന്റെ കുത്ത് ഈ ഭൂമിയിലുള്ളവർ കൊള്ളുമ്പോൾ, അതാ നമ്മൾ 9-ാം അധ്യായത്തിൻ്റെ അകത്തൊക്കെ വായിക്കുന്നുണ്ട്. ഞാൻ പറയാം, അഗാധ കൂപം ദൈവത്തിന്റെ ഒരു പ്രത്യേക സെല്ലാണ്, അത് നരകമല്ല എന്ന് ആദ്യം അറിയുക. अतः कुंड जो है ये नरक नहीं है, एक अलग सा जो टॉर्चरिंग प्लेस है जिसमें ഇനി ടോർച്ചറിങ് പ്ലേസ് അല്ല മോളെ, അത് ദുരാത്മാക്കൾക്ക് വേണ്ടി വെച്ചിരിക്കുന്ന പ്രത്യേകമായ സെല്ലാണത്. അവരെ ബന്ധിച്ചു വെച്ചിരിക്കുന്ന സെല്ലാണ്. ഡാർക്ക്, എറ്റേണൽ ഡാർക്ക് ആണത്. एक अंधकार से भरा हुआ जगह है ले, ആ जगह अंधकार से है वो दुष्टात्माओं के लिए प्रभु ने रखा है। बांधा हुआ, जो गिराया हुआ दूधों को बांध कर उसी गर्भ में रखा है, गुंड में रखा गया है। उसमें पूरा दुष्टात्मा की लोगों के लिए प्रभु ने रखा वाला सेल्स है। बहुत सारे सेल रहता है, वो सारे सेल का एक अधिपति रहता है, राजा रहता है। अब उसका नाम द अबदोन, अपोलोन करके हमने अभी पढ़ा था। तो ആ ആ ഒരു ഗർത്തത്തിലേക്കാണ് 1000 വർഷത്തേക്ക് പിശാചിനെ പോലും ദൈവം ബന്ധിച്ചിടാൻ പോകുന്നത്. യേശു രാജാവായിട്ട് ഈ ഭൂമിയിൽ വരുമ്പോൾ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ ഇറങ്ങി വരും. അവൻ പിശാചിനെ പിടിച്ച് ബന്ധിച്ച് ഈ അഗാധ ഗുണ്ടിന്റെ അകത്തോട്ടിടും, എന്നിട്ട് സീൽ ചെയ്യും. അത് 20-ാം അധ്യായത്തിൽ വെളിപ്പാട് പുസ്തകത്തിൻ്റെ അകത്ത് നമ്മൾ കാണുന്നുണ്ട്. അതും നരകമല്ല, അത് നരകമല്ല. ഈ 1000 വർഷം കഴിഞ്ഞ് പിശാചിനെ വീണ്ടും തുറന്നു വിടും.
പിന്നെ അത് നമ്മൾ അടുത്ത ആഴ്ചയിൽ ചിന്തിക്കാം. നരകം എന്തുവാണ്, ഈ അഗാധകുണ്ഡം എന്താണെന്നുള്ളത് ഒന്നുകൂടെ ഒന്ന് ചിന്തിക്കാം അടുത്ത ആഴ്ച. शैतान को भी जो है 1000 वर्ष के लिए परमेश्वर इसी अतः कुंड में जो है डालने वाले। तो यीशु मसीह पृथ्वी पर आने के बाद स्वर्ग से एक दूध जो है भूमि पर आता है और शैतान को पकड़कर इस अतः कुंड में डालते हैं, फिर उसे सील किया जाएगा। 1000 वर्ष के बाद जो है इसे रिलीज करेंगे। उसके विषय में, अतः कुंड के विषय के, नर्क के विषय में आने वाले दिनों में हम अध्ययन करेंगे। ഓക്കെ ഓക്കെ ഓക്കെ, താങ്ക് യു, താങ്ക് യു, താങ്ക് യു. ദൈവം സഹായിക്കട്ടെ എല്ലാവരെയും. ടൈം ഒത്തിരി മുന്നോട്ട് പോയി. ഓവർ ടു യു. താങ്ക് യു. थैंक यू पास्टर। आइए हम प्रार्थना करके समाप्त करेंगे। पास्टर साहब को बहुत बहुत धन्यवाद करते हैं। इसे मुश्किल हालात में भी आज का दिन का क्लास उन्होंने कैंसिल नहीं किया। आए हुए सबों को आशीष में वचन हालेलुया सिखाने के लिए परमेश्वर ने सामर्थ्य दिया, बल दिया। इसके लिए मैं प्रभु को धन्यवाद करती हूँ। परमेश्वर के दास को भी धन्यवाद करती हूँ। आगे का समय हमारे कलीसिया के परमेश्वर के दास पी जोसेफ पास्टर अंकल के हाथ में हैंड ओवर करते हैं। പാസ്റ്ററങ്ങളെ കേൾക്കുന്നില്ല, മ്യൂട്ടാണേ. പ്രാർത്ഥിച്ച് അവസാനിക്കാനാണോ പറയുന്നത്? പാസ്റ്റർ ടി കെ അലക്സാണ്ടർ പ്രാർത്ഥിച്ച് അവസാനം. Praise the Lord. Hallelujah. Hallelujah. धन्यवाद प्रभु जी, धन्यवाद प्रभु जी। हालेलुया। हमारा सर्वशक्तिमान प्रभु परमेश्वर, इस अच्छे समय के लिए धन्यवाद करता हूँ। आपके चरणों में आकर स्तुति धन्यवाद करने के लिए, आपके कलाम से पढ़ने के लिए प्रभु जी हमको कृपा दिया, ताकत दिया, इसलिए धन्यवाद प्रभु जी। प्रभु का दास को प्रतिकूल रास्ते में, ऐसा विपरीत परिस्थिति में, लेकिन आपकी संगति में लाया, हमसे वचन सिखाने के लिए अवसर दिया, मौका दिया, इसलिए धन्यवाद। कि सारी समस्याओं को दूर करके बचा के प्रेस लॉर्ड आपकी संगति में आनंदित होकर प्रेस लॉर्ड प्रभु को धन्यवाद करने के लिए कृपा और ताकत दीजिए। प्रेस पास्टर का परिवार के लिए, का सेवकाई के लिए प्रार्थना करता हूँ। अनुग्रह दे, कृपा दे। शैतान का सारा ऐसा विपत्तियों से, सारा कार्यक्रम से बचा के प्रभु में आनंदित होकर स्थिर रहने के लिए कृपा दे। प्रेस लॉर्ड, हालेलुया। प्रभु यीशु मसीह इस दुनिया में आकर हमारे लिए बलिदान हो गया। वो बलिदान से हमको बचाकर प्रेस लॉर्ड ऐसा सारा अंधकार के कुंड से बचाकर प्रभु को धन्यवाद करने के लिए प्रभु ने हमको रखा, इसलिए धन्यवाद प्रभु जी। जो इस मीटिंग में आया हुआ, प्रेस बाइबल स्टडी में आया हुआ, शामिल हो गया, सारे भाई बहनों के लिए हम प्रार्थना करता हूँ। अनुग्रह दे, कृपा दे। आपकी वचन हालेलुया हमारा जीवन में स्थिर रहने के लिए, परीक्षा से बचने के लिए, प्रभु शैतान का सारा परीक्षा से बचकर प्रभु की कृपा में आनंदित होकर आगे बढ़ने के लिए कृपा और ताकत दीजिए। आने वाला दिन में और हालेलुया आपकी वचन का प्रेस लॉर्ड ऐसा जो मिस्त्री हमको खोल के देकर अनुग्रह पाने के लिए, आशीष पाने के लिए कृपा और ताकत दीजिए। हालेलुया। इस मीटिंग में शामिल हो गया सारे पासवानों के लिए प्रार्थना करता हूँ, भाई बहनों के लिए प्रार्थना करता हूँ। अनुग्रह दे, कृपा दे। आने वाला दिन में और अवसर हमको दे। सब प्रभु यीशु मसीह का मीठा नाम से मांगता हूँ, सुन और कबूल कर। आमीन, आमीन। प्रेज द लॉर्ड। प्रेज द लॉर्ड। सबको प्रेज द लॉर्ड। आशीर्वाद हम पास्टर अंकल। यीशु मसीह का कृपा, परमेश्वर का प्रेम और पवित्र का सौभाग्यता हम सबके साथ, सारे परिवारों के साथ, सारी सेवकाइयों के साथ प्रेस प्रभु की आगमन तक होते रहे। आमीन, आमीन, आमीन। आमीन। सबको को प्रेज द लॉर्ड। आए हुए सभी परमेश्वर के अभिषेक दासों को, दासियों को, सारे विश्वासी भाई बहनों को मसीह में वंदन देना चाहती हूँ। परमेश्वर सबों को आशीष करे। कल लेडीज मीटिंग होगा इसी लिंक में 7 से 8:30 बजे तक।
सभी बहनें ज्वाइन करना, प्रार्थना समेत आना। प्रभु सबों को अनुग्रह करे। गुड नाइट एंड गॉड ब्लेस यू ऑल। God bless you all. Praise the Lord. प्रेज द लॉर्ड।